പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിൽ ആദംപൂർ സൈനിക ക്യാമ്പിൽ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. അദ്ദേഹം തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്കെത്താം. അല്പസമയം മുമ്പ് ആദംപൂർ സൈനിക ക്യാമ്പ് സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഏറ്റവും കൂടുതലായി എടുത്തു പറഞ്ഞിരുന്നത് സൈന്യത്തിന് സല്യൂട്ട് എന്നത് തന്നെയായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് രാജ്യമെമ്പാടുമുള്ള പ്രതികരണവും എത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിജയമായത്, അതിൻ്റെ പൂർണ്ണ വിജയത്തിൻ്റെ ക്രെഡിറ്റും സൈന്യത്തിന് തന്നെയാണ്, 3 സേനയ്ക്കും തന്നെയാണ് എന്നത് നിസ്സംശയം എല്ലാ നേതാക്കളും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം സൈന്യം ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന് പഹൽഗാമിൽ വീണ കണ്ണീരിന് ശക്തമായ തിരിച്ചടി നൽകിയപ്പോൾ ഇതിലെല്ലാം സൈന്യത്തിന് ക്രെഡിറ്റ് തിരികെ നൽകുകയാണ് പ്രധാനമന്ത്രി. ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വരവേൽപ്പ് സൈനികർ നൽകുകയുണ്ടായി. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് പ്രധാനമന്ത്രി നൽകുന്ന ഒരു സ്ഥിതിവിശേഷം രാജ്യത്തുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇത് ഇനിയും തുടരും എന്ന സൂചനകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ വേളയിൽ ഇനിയൊരു അടിയുണ്ടായാൽ കനത്ത പ്രഹരം പാകിസ്ഥാന് തിരികെ നൽകാനായി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സാഹചര്യം കൂടി. പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി സൈനികർ. എന്തായാലും നമുക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം. എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദൻ, വിശദാംശങ്ങൾ. ജലന്ധറിലെ ആദംപൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നുമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രധാന ഓപ്പറേഷനുകൾ നടന്നത് എന്നുള്ളതാണ്. അവിടെയായിരുന്നു നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം അവിടെ കൂടുതലായി പ്രവർത്തിച്ച് ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാന്റെ ഇത്തരം പ്രകോപനങ്ങൾ ഭാരതത്തിന് ശക്തിയുക്തം നേരിടുവാൻ സാധിച്ചത്. അവിടെ സേവനമനുഷ്ഠിച്ച ഇതുമായി ബന്ധപ്പെട്ട സൈനികർ, പ്രത്യേകിച്ച് എയർഫോഴ്സിന്റെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വ്യോമ പ്രതിരോധ വിദഗ്ധന്മാർ, അതേപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ, പൈലറ്റുമാർ അടക്കം, ഒപ്പം തന്നെ കരസേനയിലെ ചില ഉദ്യോഗസ്ഥരുമായും അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. അതായത് എപ്പോഴാണ് പ്രധാനമന്ത്രി ഈ ആദംപൂരിലേക്ക് എത്തി അവിടെ ഈ എയർഫോഴ്സ് പേഴ്സണലുമായി, എയർഫോഴ്സ് ജവാന്മാരുമായും മറ്റും കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട് ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ആദംപൂരിൽ എയർബേസിൽ അദ്ദേഹം ഇന്ന് പുലർച്ചയോടുകൂടി എത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷമാണ് വീണ്ടും അദ്ദേഹം മറ്റ് ചില ഈ സൈനിക കേന്ദ്രങ്ങളിൽ കൂടി സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതാണ്. നന്ദൻ, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ആദ്യ ഭാഗം ഇങ്ങനെ വിജയകരമായി ഭാരത് പൂർത്തിയാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇത് അവസാനിച്ചിട്ടില്ല എന്ന കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വ്യോമ കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയും സൈനികരെ നേരിട്ട് കാണുകയും അവരോട് ആശയവിനിമയം നടത്തുകയും അവർക്കുള്ള നന്ദി രാജ്യത്തിലെ ജനങ്ങളോട് അഭിസംബോധന നടത്തവേ പ്രധാനമന്ത്രി പറയുകയും ചെയ്തൊരു സാഹചര്യമുണ്ടല്ലോ. എത്രത്തോളം ആത്മവിശ്വാസം ജനങ്ങൾക്കും ഒപ്പം സൈന്യത്തിനും ലഭിക്കും എന്നതിലും തർക്കമില്ലല്ലോ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വ്യോമ പ്രതിരോധ രംഗത്തെ വിദഗ്ധരുമായി, അതായത് ഈ ആദംപൂർ സൈനിക വ്യോമത്താവളത്തിലെ വ്യോമ പ്രതിരോധ വിദഗ്ധന്മാരുമായും അതേപോലെ തന്നെ അവിടുത്തെ ജവാന്മാരുമായും കരസേനയിലെ മറ്റ് ജവാന്മാരുമായി ഇതിനോടകം തന്നെ കൂടിക്കാഴ്ച നടത്തി അവരുമായി പാകിസ്ഥാനെ ഏത് വിധമാണ് തങ്ങൾ പ്രതിരോധിച്ചത് എന്നുള്ളത് ഈ സൈനിക വൃത്തങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രിയോട് വിവരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ള സന്ദേശം പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കി കഴിഞ്ഞു. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ആയുധം താഴെ വെക്കുന്നത് വരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല. ഭീകരവാദം പൂർണ്ണമായും പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇല്ലാതാകണം. പാകിസ്ഥാനുമായി 2 ചർച്ചകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒന്ന് ഓക്യുപ്പൈഡ് കശ്മീർ സംബന്ധിച്ചും ഒന്ന് ഭീകരവാദം സംബന്ധിച്ചും. മറ്റു ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേപോലെ തന്നെ വെള്ളവും ചോരയും
ഒരേപോലെ ഒഴുകില്ല എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാഭാവികമായും ഈ സൈനികർ, അതായത് കഴിഞ്ഞ ദിവസം ഓപ്പറേഷനിൽ പങ്കെടുത്ത സൈനികരുമായും കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമന്ത്രി അവർക്ക് നൽകിയ സന്ദേശവും അതുതന്നെയാണ്. വീണ്ടും പാകിസ്ഥാനെതിരെ ശക്തമായി തന്നെ പോരാടുവാൻ വേണ്ടി ഈ സൈനിക സമ്പത്ത് ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളും ഒപ്പം തന്നെ വിദേശമായി സഹകരിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ S-400 സുദർശന അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഭാരതം ഇതിനെ തടുത്തത്. ഇതിന്റെ ടെക്നീഷ്യന്മാർ അടക്കമുള്ളവരുമായും ഇതിന്റെ എഞ്ചിനീയേഴ്സ് അടക്കമുള്ളവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അവരുടെ രാഷ്ട്ര സമർപ്പണം അല്ലെങ്കിൽ അവരുടെ സേവനത്തിന് പ്രധാനമന്ത്രി അവരോട് നന്ദി അറിയിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. തീർച്ചയായും ഇത് സംഭവിച്ചത്, ഈ മനോഹര ദൃശ്യങ്ങൾ എടുത്തത് ഇന്ന് രാവിലെയാണ് നന്ദൻ. അത് ദേശീയ വാർത്താ ഏജൻസിയായ ANA സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ടുഡേ early morning PM Modi went to the Adipur Air Base. He was briefed by Air Force personnel and he also interacted with the brave jawans എന്നാണ് ANA റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സന്തോഷം അത് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു. അത് ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ഏറ്റവും അധികം ഒരുപക്ഷെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അലേർട്ടിലായിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് പഞ്ചാബാണ്. അവിടുത്തെ ആദംപൂർ എയർഫോഴ്സ് ബേസിൽ പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നു, സൈന്യത്തെ നേരിട്ട് കാണുന്നു, അവരെ അഭിനന്ദിക്കുന്നു. നേരത്തെ ഉറിയിലും അതേപോലെ തന്നെ പെഹൽഗാമിനും തിരിച്ചടി നൽകിയപ്പോഴും അതിന് മുന്നിൽ നിന്നതും പിന്നിൽ നിന്നതുമായിട്ടുള്ള സൈനികരെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സൈന്യത്തിനുണ്ടായിരുന്ന ഒരേ നിലപാട് ശക്തമായി തിരിച്ചടിക്കണമെന്നായിരുന്നു. ആ സൈന്യത്തിനുണ്ടായിരുന്ന അതേ നിലപാടും രാഷ്ട്രത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും നിലപാടിനൊപ്പം പ്രധാനമന്ത്രി ഒപ്പം നിന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഈ ഭീകരരെ മണ്ണോട് ചേർക്കുവാൻ വേണ്ടി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരം സൈനിക ഓപ്പറേഷനുകളിൽ ഡൽഹിയിൽ നിന്നുമുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിൽ പിന്നെ കൃത്യമായി സൈനികർക്ക് ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന സ്ഥിതിയാണ്. ഒരു തരത്തിലും രാഷ്ട്രത്തെ ബാധിക്കുന്ന ഒരു നിലപാടിലും അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്കും ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നവർ പോകില്ല എന്നുള്ള സൈന്യത്തിന്റെ വിശ്വാസം കൂടിയാണ്, അല്ലെങ്കിൽ സൈനിക അംഗങ്ങളുടെ വിശ്വാസം കൂടിയാണ്. അവർ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം എയർ ഡിഫൻസ് യൂണിറ്റ് അടക്കം പ്രവർത്തിച്ചുകൊണ്ട് ഭാരതത്തെ ഈ വലിയ വിപത്തിൽ നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും രക്ഷിച്ചത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സൈനികരുടെ നിലപാട് അല്ലെങ്കിൽ സൈനികർക്ക് ആത്മവിശ്വാസം നൽകുക എന്നുള്ളത് ഉത്തമനായ ഒരു ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. നമുക്കറിയാം പാകിസ്ഥാൻ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി എവിടെയെന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു, പ്രധാനമന്ത്രി എവിടെയെന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി എന്നുള്ളത് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ പെഹൽഗാം ആക്രമണം ഉണ്ടായി മണിക്കൂറുകളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. CDS-ഉം അതേപോലെ തന്നെ സൈനിക മേധാവിമാരുമായി ഒക്കെ തന്നെ കര വ്യോമ നാവിക സേനാ മേധാവിമാരുമായി കൃത്യമായി കൂടിക്കാഴ്ച നടത്തി ആ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇന്നും അത്തരത്തിലുള്ള നയതന്ത്ര യോഗങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഇതിനോടകം തന്നെ പുരോഗമിച്ചു. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രിയുടെ കൂടി ഇടപെടൽ ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. കൃത്യമായ ഒരു ചങ്ങല പോലെ പ്രധാനമന്ത്രി, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി, CDS, 3 വ്യോമ തലവന്മാർ, നാവിക വ്യോമ തലവന്മാർ, ഒപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അടക്കമുള്ളവരും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അടങ്ങുന്ന പ്രത്യേക അംഗങ്ങൾ യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തിയിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൽ ഇതിന് പിന്നിലും അതേപോലെ തന്നെ മുന്നിൽ നിന്നുമായി പ്രവർത്തിച്ച എയർഫോഴ്സിന്റെയും കരസേനയുടെയും നാവികസേന അംഗങ്ങളെയും ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ടെത്തി അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ജലന്ധറിലെ ആദംപൂർ വ്യോമതാവളത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അതിരാവിലെ തന്നെ എത്തി സൈനികരെ നേരിട്ട് കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നത്.